നോക്കി നിങ്ങൾക്കറിയാം ഒരു ടേബിളാണ്. ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഉരുണ്ടിരിക്കുന്ന നമ്മൾ ആവശ്യമുള്ള ഒരു ടേബിള് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ ഓക്കെ ഓക്കെ അല്ലേ? ആണോ? അപ്പൊ നമുക്കിവിടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ജസ്റ്റ് അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയി ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് ഉള്ളിലേക്ക് പോയി നോക്കിയത് കൊണ്ട് അതോടെ ആണ്. സിമ്പിളായിട്ട് ഇത് എങ്ങനെയാ ഉരുളെന്ന് നോക്കി അറിയാനായിട്ട് ട്രിക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഏതൊരു എഡ്ജ്, അതായത് രണ്ട് വശത്തുനിന്ന് വരുന്ന എഡ്ജസ് വന്ന് മുട്ടുന്നിടത്ത് അതിന്റെ ഇടവും വലവും ഓരോ എഡ്ജസ് ഉണ്ടായിരിക്കും. ഇട്ട് കൊടുക്കും, ഇൻസേർട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് 3 എണ്ണമാണ് ഇതിന്റെ ഒരു ടീം. ഇതിപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോ 2 ഉണ്ട്. 4 ഇട്ട് കഴിഞ്ഞാൽ 3 സെറ്റായില്ലേ? ഇവിടെ വരുമ്പോഴും 2 ഉള്ളൂ. 4 ഇട്ട് 3 സെറ്റായില്ലേ? അപ്പൊ അങ്ങനെയാണ് പെട്ടെന്ന് ഇതിനകത്ത് ഒന്ന് തന്നെ പോകുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അവിടെയും അത് ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ 4 വശത്ത് മാത്രമല്ല ഈ സാധനം Ctrl D and duplicate. ഒരു സൈഡിലോ അല്ലേ? ഒരു സൈഡിലോ? ഓക്കെ, ജസ്റ്റ് അത് മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മളുടെ സ്റ്റാൻഡ് പൂർത്തിയായിട്ടുണ്ട്. ജസ്റ്റ് അതിന് ശേഷം ഡ്രാഗ് എല്ലാവർക്കും ഒബ്ജക്ട് മോഡിലേക്ക് എല്ലാവരും ചെയ്തതിനു ശേഷം മെഷീൻ്റെ അകത്ത് കൊടുക്കുക. കമ്പൈൻ കൊടുത്താൽ ഒറ്റ ഒബ്ജക്റ്റായി. ഒബ്ജക്റ്റ് ആയതിനു ശേഷം നമുക്കിതിനെ പ്ലേസ് ചെയ്ത് ഇങ്ങോട്ടെങ്കിലും പ്ലേസ് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പോ ഇത് നോക്കിയിട്ട് ട്യൂട്ടോറിയൽസ് നോക്കി നമ്മൾ ഒന്ന് വർക്ക് ചെയ്യും. ഓക്കെ.